യോഗത്തിലേക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കൂടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അനുവദിക്കാതെ, കർത്താവ് അനുഗ്രഹിക്കാതെ, കർത്താവ് ആകർഷിക്കാതെ നമുക്ക് വചനം കേൾക്കാനോ ഇങ്ങനെ ഒരു കൂടാരത്തിൽ വരാനോ പറ്റില്ല. അതുകൊണ്ട് നന്ദി ചൊല്ലി തീർക്കാൻ വാക്കുകൾ പോരാ. ജെറുസലേമേ, നിന്റെ കവാടത്തിങ്കൽ നന്നായി പണിതിളക്കി ആലയത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. ഒറ്റ കാര്യത്തിന്, എന്റെ രാജാവിന്, എന്റെ കർത്താവിന് കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഇതുവരെ കർത്താവിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്ന് ഓർത്തേക്കണം. 10 പേർക്ക് സൗഖ്യം കിട്ടി. സഹോദരി സഹോദരന്മാരെ, ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ശൈല ധ്യാന മന്ദിരത്തിന്റെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പിതാവായിരിക്കുന്ന പട്ടായലക്ഷ്മിയെയും ടീമാംഗങ്ങളെയും നമ്മുടെ ഹൃദയത്തിലേക്കുമാണ് സ്വീകരിക്കുക. ഏതാനും സമയത്തിനുള്ളിൽ പിതാവ് ഇവിടെ എത്തിച്ചേരുകയാണ്. ഇന്ന് സമാപന സന്ദേശം നമുക്ക് നൽകുന്നത് കൂടാരത്തിലെ 30ാം കൺവെൻഷൻ സമാപന സന്ദേശം നൽകി അനുഗ്രഹ പ്രഭാഷണം നടത്തി വചനദീപം കൊടുക്കുവാൻ തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആംഗസ് താഴത്തെ പിതാവ് നമ്മുടെ അൾത്താരയിൽ ആയിരിക്കുക. 55ാം സങ്കീർത്തനം 22ാം വാക്യം. എത്തിച്ചേർന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറഞ്ഞവരായി ഈ വചനകൂടാരത്തിൽ നിങ്ങളെ കാണുകയാണ്. സമൂഹത്തെ നിറയ്ക്കണമേ. നിന്റെ കൃപകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പകർന്നിറങ്ങണമേ. ജെറുസലേം ബൈബിൾ കൺവെൻഷൻ അതിന്റെ ആദ്യ ദിനത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ
30ാമത് ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഷംഷാബാദ് രൂപതയുടെ മെത്രാനായ അഭിയുദ്യ പ്രിൻസ് പാണേക്കാടൻ പിതാവാണ്. അഭിയുദ്യ പിതാവിനെ ഈ സമൂഹത്തെയും സ്വാഗതം ചെയ്യുന്നത് ജെറുസലേം ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിസ് പട്ടത്തച്ഛനാണ്. നമുക്ക് ഇരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പട്ടത്തച്ഛന്റെ വാക്കുകൾ ശ്രമിക്കാം. സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി വചന ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾക്ക് രോഗശാന്തിയും വിടുതലും പാപമോചനവും ആശ്വാസവുമെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ധ്യാനകേന്ദ്രത്തിൽ നടക്കാൻ പോകുന്ന 30ാമത്തെ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാനും നിങ്ങളോട് സംസാരിക്കുവാനും അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു.